ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ എന്തൊക്കെ ചെടികളുണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ഇവിടെ നിൽക്കണം, ഭയങ്കര ബഹളം. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് 10 മണി ചെടികൾ, പിന്നെ വേറെ കുറേ അങ്ങനെ 10 മണി ചെടികളുടെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ വേറെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള കുറേ ഫ്ലവറിൻ്റെ ചെടികളുണ്ട്, പിന്നെ ഇലച്ചെടികളുമുണ്ട്. അങ്ങനെ കുറേ അധികം ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് വന്നിരിക്കുന്ന ചെടികൾ. ഇതിലൊക്കെ പൂവുണ്ടായിരുന്നതാണ്, പൂവൊക്കെ വാടിപ്പോയിട്ടാണ്. അപ്പം അധികം പൂവില്ല. അപ്പം ഇതൊരു വെറൈറ്റി കളറാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഇങ്ങനെ ചെറിയ ഗ്ലാസ്സിൽ നമ്മൾ കളയുന്ന കുറേ പാത്രങ്ങളും, ഇത് നമ്മൾ ബിരിയാണി മേടിക്കുന്ന പാത്രം, കളയുന്ന കുറേ പാത്രങ്ങൾക്കില്ലേ, അതിലായിട്ടാണ് ഞങ്ങൾ ഈ 10 മണി ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വച്ചേക്കുന്നത്. പിന്നെ ഇത് ഒരു ഇലച്ചെടി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ചെടികളുണ്ട്. ഇത് നമ്മളുടെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കുറുക്കുണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുടങ്ങല. ആ മോഡൽ തന്നെ വേറൊരു ഇത്, പക്ഷെ കുറുക്കുണ്ടാക്കുന്നതല്ല കേട്ടോ, ഇതാവശ്യം. ഇത് സാധാരണ ഒരു ചെടി. പിന്നെ അത് ഇങ്ങനെ ചട്ടിക്കകത്ത്, അതായത് പഴയ പൊട്ടിപ്പോയ ചട്ടിക്കകത്ത് വരെ ചെടികൾ നട്ടിട്ടുണ്ട്. ഈ ക്രഷൻ്റെയാണ്, ക്രഷല്ല, ഈ ഐഡിയാസിൻ്റെയാണ്. പിന്നെ അതിലൊരു കറ്റർവാഴയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ചെടികൾ. ഇത് നമ്മുടെ ശവന്നാറിപ്പൂവിൻ്റെ വേറൊരു കളറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണിത്. എനിക്ക് നട്ടതിൽ, അതായത് ശവന്നാറി ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത്. പിന്നെ ഈ ചെടി, നമ്മുടെ റോസ് ഇങ്ങനെ നട്ടിട്ടുണ്ട്. റോസിനധികം പൂ വന്നിട്ടില്ല. ഇനി വേറെയും കുറേ ചെടികളുണ്ട്, കാണിച്ചു തരാവേ. ഇത് നമ്മുടെ വേറൊരു ടൈപ്പ് ചെടിയാണ്. ഡബിൾ കളറാണ് വന്നിരിക്കുന്നത്. റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. ഇതിൽ നിറയെ പൂവുണ്ടായിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും, ഒരു ചെടികൾ പോലും കാണത്തില്ല. അതുകൊണ്ട് കണ്ടോ, കല്ല് പെറുക്കി എറിഞ്ഞ് ചെടികളെല്ലാം നശിപ്പിച്ച് വെച്ചേക്കുവാണ്. ഇത് നമ്മുടെ വേറൊരു ചെടിയാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു കളറിൽ ഇല വരുന്നൊരു ചെടിയും കൂടെ ഉണ്ട്. ഇത് തന്നെ നമ്മുടെ അശോക ചെത്തിയാണ്. ഇത് നല്ല കട്ടിയായിട്ടുള്ള ചെത്തിപ്പൂവില്ലേ, ആ ഒരു മരം. ഇത് മരമാകുന്നതാണ് ഒരുവിധം. ഒത്തിരി അങ്ങ് വലുതാകത്തില്ല, എങ്കിലും അത്യാവശ്യം പൂവായിരിക്കുന്ന ഒരു മരമാകുന്നതാണ്. പിന്നെ ഒരു ചേമ്പല പോലത്തെ ഒരു ഇതുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു കളറാണ്, വേറൊരു കളറിലെ പൂവുള്ള ചെടിയാണിത്. പിന്നെ ഇതാണ് വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി. ഇതിൽ ഇതാണ് പൂ വരുന്നത്. ഇതിന് വിത്തായിട്ട് വരുന്നൊരു കിഴങ്ങാണ്, ചെറിയൊരു രീതിയിലുള്ള കിഴങ്ങാണ്. ഇത് നമ്മുടെ മണി പ്ലാന്റ് പോലത്തെ, പടർന്ന് കിടക്കുന്ന മണി പ്ലാന്റ് പോലത്തെ എന്തോ സംഭവമാണ്. പിന്നെ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് വരുന്ന, ഇത് നമ്മൾ പറമ്പിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് പറമ്പിൽ കിളുത്തിരിക്കും. നമ്മൾ ഇതിൻ്റെ പൊടിയെടുത്ത് ഇങ്ങനെ കയ്യിൽ അച്ചുകുത്തുമായിരുന്നു. ആ ഒരു ടൈപ്പ് ചെടിയാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരെന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേരെന്തോന്നെന്ന് പറഞ്ഞു തരിക. പിന്നെ അടുത്ത കളർ, ഈ ചെടിയൊക്കെ കൊണ്ടുവരുന്ന അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ക്രഷാണ് ചെടികളോട്. 10 മണി ചെടി എന്താണെങ്കിലും ഞാൻ കൊണ്ടുവന്നതാണ്. റെഡ് കളറിലെ പൂവുള്ള ചെടി. ഈ പൂവുണ്ട്, അതിന് നല്ല ഭംഗിയുണ്ട്. ഇത് പടർന്ന് കിളുക്കുന്ന ഒരു ചെടിയാണ്. നമ്മളെ ഒരു ചുവട് കൊണ്ട് നട്ടാൽ മതി, ഒത്തിരി ആകും. പിന്നെ ഈ പൂവൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഡാലിയ ഒരു മൊട്ടായിട്ടുണ്ട്. ഇത് ചേമ്പല. ഇതെന്ത് ചേമ്പലയാന്ന് പോലും അറിയില്ല, ബട്ട് നല്ല കളറാണ് കാണാനായിട്ട്. ശവന്നാറിയുടെ വേറൊരു കളറാണ്. കുറച്ച് ബട്ടർഫ്ലൈസ് ഇവിടെ കിടന്ന് പറക്കുന്നുണ്ട് ഗൈസ്. വേറൊരു ടൈപ്പ് ഇലച്ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താണെങ്കിലും.
ഇത് നമ്മുടെ അല്ല, ഇത് ഒരു ഇലച്ചെടിയാണ്. നല്ല രസമുണ്ട്. എന്താണെങ്കിലും ഈ ഞങ്ങളുടെ ഗാർഡൻ ഏരിയയുടെ ഫോട്ടോ കണ്ടിട്ട് ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. ഇത് വേറെ ഒരു ഡിഫറെൻ്റായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ കളർ കണ്ടു, മറുവശത്ത് വേറെ കളറും പുറം വശത്ത് വേറെ കളറും, 2 കളറിലുള്ള ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗാർഡൻ ഏരിയയിലെ വീഡിയോസ് എന്ന് പറയാനായിട്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്യുക.